യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 58-ാം അധ്യായം 10-ാം വാക്യം. യേശയ്യാ 58:10 മനോഹരമായ ഒരു വചനമാണ്. ശ്രദ്ധയോടെ വചനം കേൾക്കാം. വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും. രണ്ട്, പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ എന്തൊക്കെ ചെയ്യണം? ഒന്ന്, വിശക്കുന്നവർക്ക് ഉദാരമായ ഭക്ഷണം കൊടുക്കണം. രണ്ട്, പീഡിതർക്ക് സംതൃപ്തി കൊടുക്കണം. ഇത് രണ്ടും ചെയ്താൽ കിട്ടുന്ന അനുഗ്രഹം എന്താ അറിയാമോ? അതായത് നിന്റെ മുമ്പിൽ ഇന്നത്തെ ദിവസം വിശന്നു വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അവന് ഭക്ഷണം കൊടുക്കണം. രണ്ട്, പീഡിതരായി, അതായത് പലതിനാൽ പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട്, അസ്വസ്ഥപ്പെടുന്ന അവർക്ക് തൃപ്തി അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് കൊടുക്കാൻ ശ്രമിച്ചാൽ നിനക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ സ്നേഹമുള്ള ചില്ലറ കാര്യമല്ല. കേൾക്കുക. ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും. തീർന്നില്ല. നിന്റെ ഇരുണ്ട വേളകൾ മധ്യാഹ്നം പോലെയാകുമെന്ന് സ്വർഗം വചനം തരികയാണ്. വാഗ്ദാനം എത്ര ആലോചിച്ച് നോക്കിക്കേ. നിന്റെ ഇരുണ്ട ദിനങ്ങൾ, നിന്റെ ഇരുണ്ട അനുഭവങ്ങൾ, വേളകളെല്ലാം മധ്യാഹ്നം പോലെയാകും. സ്നേഹമുള്ളവരെ, ഇരുണ്ട അനുഭവങ്ങളിൽ ജീവിതം വീണുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതം വെട്ടമുള്ള അനുഭവങ്ങൾ, പ്രകാശം നിറഞ്ഞ മധ്യാഹ്ന അനുഭവങ്ങൾ. സ്നേഹമുള്ള, മധ്യാഹ്നം എന്നത് എങ്ങനെയാ? ഈ സൂര്യൻ പ്രകാശത്തിൽ ചൊരിഞ്ഞു നിൽക്കുന്ന ഒരു പൂരിതന നിൽക്കുന്ന സമയമാണ്. അത് എന്ന് പറഞ്ഞാൽ പ്രകാശം വറ്റിപ്പോകാത്ത അതിൻ്റെ പൂർണ്ണതയിൽ നിൽക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന്. സ്വർഗം നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുമെന്ന് അർത്ഥം. വിശന്നു വരുന്നവന് ഭക്ഷണം കൊടുക്കുക ചിന്തിച്ചാൽ ലളിതമായൊരു വിഷയമാണേ. ജീവിതത്തിലേക്ക് സംതൃപ്തി നശിച്ചുപോയ വ്യക്തികളിലേക്ക് തൃപ്തി അനുഭവങ്ങൾ നീ പ്രദാനം ചെയ്യുക എന്നതും അത്ര വലിയ വിഷയമൊന്നുമില്ല. എന്നാൽ ഈ രണ്ട് ലളിതമായ വിഷയങ്ങൾ ഈ ജീവിതത്തിൽ നീ ഇന്ന് അത്ഭുതകരമായി കൈകാര്യം ചെയ്താൽ നിന്നെ തേടിയിരിക്കുന്നത് മധ്യാഹ്നം പോലെയുള്ള വെട്ടാനുഭവങ്ങളായിരിക്കും, പകലനുഭവങ്ങളായിരിക്കും, തെളിഞ്ഞ അനുഭവങ്ങളായിരിക്കും എന്നുള്ള വാഗ്ദാനം ജീവിതത്തിൽ നിറവേറുകയാണ്. സ്നേഹം, ഒന്ന് പരിശീലിച്ചു നോക്കാം, ഒന്ന് ഏറ്റെടുത്ത് നോക്കാം. ഈ വചനം എന്നിൽ മാംസം ധരിക്കട്ടെ.